മാനവരാശിയുടെ പാപമോചനത്തിനായി ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശുവിൻ്റെ ജനനം പ്രവാചകന്മാർ മുൻപേ തന്നെ പ്രവചിച്ചിരുന്നു. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തിനോട് ദൈവീക ശക്തിയാൽ ഗർഭിണിയാകും എന്ന കാര്യവും ദൈവപുത്രനെ പ്രസവിക്കും എന്ന കാര്യവും മുൻകൂട്ടി അറിയിച്ചിരുന്നു. പരിശുദ്ധ മറിയം ഗർഭിണിയാകുന്നതിനെക്കുറിച്ച് ജോസഫ് ആശങ്കപ്പെടുമ്പോൾ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇത് ദൈവത്തിൻ്റെ മഹത്തായ ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന കാര്യം അറിയിച്ചു. റോമൻ ചക്രവർത്തിയായ ആഗസ്റ്റ് സീസർ തൻ്റെ സാമ്രാജ്യത്തിലെ ജനസംഖ്യ അറിയുന്നതിനായി ഒരു സെൻസസ് നടത്തുവാൻ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഈ ഉത്തരവിൻ്റെ ഭാഗമായി ഓരോ വ്യക്തിയും തൻ്റെ വംശപരമായ ജന്മനാട്ടിൽ പോയി പേർ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ജോസഫ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു. അതിനാൽ അവൻ്റെ പിതൃഭൂമിയായ ബത്ലഹേമിൽ പോയി പേർ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ടാണ് ജോസഫും മറിയവും ബത്ലഹേമിലേക്ക് യാത്ര തിരിച്ചത്. ആ സമയം മറിയം പ്രസവദിനം അടുത്ത ഒരു ഗർഭിണിയായിരുന്നു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ജോസഫും മറിയവും ബത്ലഹേമിലെത്തുമ്പോൾ അവർക്ക് താമസിക്കാനായി ഒരു വസതിയും ലഭിച്ചില്ല. പലരെയും സമീപിച്ചെങ്കിലും ആരും തന്നെ പൂർണ്ണ ഗർഭിണിയായ മറിയത്തിനും ജോസഫിനും അഭയം നൽകിയില്ല. അവസാനം ഒരു സത്രത്തിൻ്റെ തൊഴുത്തിൽ ജോസഫും മറിയവും അഭയം തേടി. തണുപ്പ് നിറഞ്ഞ ആ രാത്രിയിൽ ബത്ലഹേമിലെ ആ പുൽത്തൊഴുത്തിൽ പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചതുപോലെ മറിയം ദൈവപുത്രനെ പ്രസവിച്ചു. സമീപത്തുണ്ടായിരുന്ന ഇടയന്മാർ ആകാശത്തിൽ മാലാഖമാരുടെ ആ വേദഗാനം കേട്ടു. ഉയരങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം. ഇവർ ദൈവദൂതൻ നൽകിയ സന്തോഷവാർത്ത കേട്ട് ദൈവപുത്രനെ ആരാധിച്ചു. ആ ദൈവസ്നേഹത്തിൻ്റെ ആദ്യ സാക്ഷികൾ അങ്ങനെ അവരായിത്തീർന്നു. ആകാശത്ത് തെളിഞ്ഞ വിശേഷ നക്ഷത്രം കിഴക്കു നിന്നുള്ള ജ്യോതിശാസ്ത്രജ്ഞന്മാരെ ആകർഷിച്ചു. അവർ ആകാശത്ത് തെളിഞ്ഞ ആ വിശേഷ നക്ഷത്രത്തെ പിന്തുടർന്ന് പുൽക്കുടിലെത്തി ദൈവപുത്രനെ വണങ്ങി. ക്രിസ്തുവിൻ്റെ ജനനം ഒരു ദൈവീക അത്ഭുതവും മാനവ ഹൃദയത്തെ തൊടുന്ന ഏറ്റവും ആഴത്തിലുള്ള ഒരു സംഭവമാണ്. ഈ സംഭവത്തിൽ അതിയായ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥ നിറഞ്ഞിരിക്കുന്നു. നിന്ദിതരും പീഡിതരും നിരാശ്രയരുമായ ഒരു ജനതയ്ക്ക് അങ്ങനെ പ്രതീക്ഷയുടെ ഒരു വെളിച്ചം ആ രാത്രിയിൽ തെളിഞ്ഞു. ആ രാത്രിയിൽ തെളിഞ്ഞ ദിവ്യ നക്ഷത്രം അന്ധകാരത്തിലൂടെ വെളിച്ചം ചൊരിഞ്ഞതുപോലെ യേശു ലോകത്തിന് ആത്മീയ വെളിച്ചമായി മാറി. ആ രാത്രി ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു സന്ദേശം കുറിച്ചു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രക്ഷയുടെയും പ്രതീക്ഷയുടെ സന്ദേശം.